Hi, welcome to our channel. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ഇത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാതെ പാൻ ഫ്രൈ ചെയ്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചിക്കൻ, പച്ചമുളക് കീറിയത്, കറിവേപ്പില, നാരങ്ങാനീര്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ജീരകം ചതച്ചത്, ഉപ്പ്, എണ്ണ. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി 1 കിലോ നല്ല വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇടാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ചതച്ച പെരിഞ്ജീരകവും ഇടാം. ഇനി 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വറക്കുന്നതാണ് നല്ലത്. സമയമില്ലെങ്കിൽ അപ്പോൾ തന്നെ വറക്കാട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഏകദേശം 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇടാം. ചിക്കൻ പീസസിന്റെ ഇടയിൽ ഇതുപോലെ ഗ്യാപ്പ് വേണം, അല്ലാതെ നിറച്ചിട്ട് കൊടുക്കല്ലേ. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം മറിച്ചിടാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ആയിരിക്കണേ. ചിക്കൻ്റെ 2 സൈഡും ചെറുതായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചൊരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്നുകൂടി മറിച്ചിട്ട് പിന്നെയും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ആയിരിക്കണേ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി 1 മിനിറ്റ് അടച്ചു വെക്കാം. ചിക്കൻ ഒന്നുകൂടി ഒന്ന് മൊരിയട്ടെ. ഒരു മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ ഇപ്പോൾ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് കീറിയതും കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കി 30 സെക്കൻഡ് വെക്കാം. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനി എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കി ചിക്കനും വറുത്തെടുക്കാം. ഇനി അതേ പാനിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച സബോള 1/4 കപ്പും നീളത്തിൽ അരിഞ്ഞ അര വെളുത്തുള്ളിയും 1 നുള്ളുപ്പും ഇട്ടൊന്ന് ചെറുതായി വഴറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചിക്കൻ്റെ മേളിൽ ഇടാനാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഈ അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.